ദക്ഷിണാമട്ടം സ്കൂളിന്റെ വാർഷികോത്സവവും അവാർഡ് ദാന ചടങ്ങ് ഇവിടെ നടത്താൻ പോകുന്നു. ചില കാര്യങ്ങൾ കുട്ടികളോട് സംസാരിച്ചിട്ട് നടത്താം. പാരൻസ്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ പാരൻസിനോടാണ്. സ്കൂളിലെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അതിൻ്റെ ചരിത്രം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെ A+ ഗ്രേഡ് മാത്രം കിട്ടാൻ 95% മാർക്സ് കിട്ടാൻ വേണ്ടിയായിരുന്നു നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ രണ്ട് ഉദ്ദേശം കൊണ്ട് മാത്രം കുട്ടികളെ അയക്കാനുള്ള സമയം കഴിഞ്ഞു. സ്കൂളിൽ നമ്മൾ കുട്ടികളെ ഇപ്പോൾ അയക്കുന്നത് അവരുടെ സമ്പൂർണ്ണ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ആയിരിക്കണം. കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കണം. സ്കൂളിൽ കുട്ടികളുടെ കൗതുകം, സ്കൂളിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണ് അത് പാരൻസും മനസ്സിലാക്കാൻ ശ്രമിക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കഴിഞ്ഞ 47 വർഷമായി ഈ ഗ്രാമപ്രദേശത്ത് കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന ഈ വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷങ്ങളിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഈ വളരെ ഉൾപ്രദേശമായിട്ടുള്ള ഈ പ്രദേശത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ, ഒരുപക്ഷെ നഗരപ്രദേശങ്ങളിൽ ഇതിന് തുല്യമായിട്ടുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും ആ കാര്യത്തിൽ ലഭിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അതോടൊപ്പം അതിന് നേതൃത്വം നൽകുന്ന സ്കൂളിന്റെ മാനേജ്മെന്റ്, അധ്യാപകർ, അതോടൊപ്പം രക്ഷാകർതൃ സമിതി, ഇവരെല്ലാം ഈ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രദേശത്തെ സാധാരണ സ്കൂളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം, വലിയ പട്ടണത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്ന ആളല്ല. അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾ, നിരവധി സ്വന്തനാഥന്മാർ ഈ കൂട്ടത്തിലുണ്ടാവും, നിരവധി ഹരികുമാർമാർ ഈ കൂട്ടത്തിലുണ്ടാവും, നിരവധി ഋഷിരാജ് സിംഗ്മാരും ഈ കൂട്ടത്തിലുണ്ടാവും. ശ്രീ ഋഷിരാജ് സിംഗ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ലഹരിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്താണ്. ഇന്ന് ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ ആപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ, അദ്ദേഹം വന്നിട്ടുള്ളത് രാജസ്ഥാനിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നാണ്. അദ്ദേഹം പട്ടണത്തിൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളതല്ല, പിന്നീട് പഠിച്ചു പഠിച്ചത്. പക്ഷേ പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസം രാജസ്ഥാനിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം നേടിയ ആളാണ്. അതുപോലെയുള്ള ആളുകളായിട്ട് മാറാൻ നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യം ഉണ്ടാകട്ടെ. അതിന് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റ് ശ്രീ അവർക്കും, അതോടൊപ്പം PTA ഭാരവാഹികൾ, ഞാൻ പ്രത്യേകം താല്പര്യം ഈ മദർ PTA, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന മദർ PTA, കാരണം സ്ത്രീകൾ രണ്ടാംകിട പൗരന്മാരല്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവരാണ് എന്നുള്ളത് ഇന്ന് ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്.
പക്ഷെ നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന, പെൺകുട്ടി കൂടുതൽ എന്താ നിയന്ത്രണങ്ങൾ. ആ നിയന്ത്രണങ്ങൾ കാരണം പെൺകുട്ടികൾക്ക് കുഴപ്പം പറ്റില്ല, പക്ഷെ ആൺകുട്ടികൾ കുഴപ്പക്കാരാണ്. കാരണം ആൺകുട്ടികൾ വിചാരിക്കുന്നത് ഈ നിയമമൊന്നും എനിക്ക് ബാധകമല്ല. അങ്ങനെയുള്ളവരായിട്ട് നമ്മുടെ ആൺകുട്ടികളെ വളർന്നു വരാൻ അനുവദിക്കരുത്. ആൺകുട്ടികൾക്ക് നീയും നിന്റെ സഹോദരിയും ഒരേപോലെയുള്ള ആളുകളാണ്, ഒരേ തരത്തിലുള്ള അവകാശങ്ങളുള്ള ആളാണ്, ഒരേപോലെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്ന് ചായ എടുക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ മകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ധാരണ മാറി. മകൾക്ക് മാത്രമല്ല, മകൻ ചായ ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് മകൻ കൂടി തിരിച്ചറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മാനേജ്മെന്റിന്റെയും അതോടൊപ്പം രക്ഷാകർതൃ സമിതിയെയും അതോടൊപ്പം അധ്യാപകരെയും അധ്യാപികമാരെയും, ഞാൻ അധ്യാപകരുണ്ടോ അറിയില്ല, കാരണം ഞാൻ കാണുന്നതൊക്കെ അധ്യാപികമാരെയാണ്. ശരി, അപ്പൊ എല്ലാ അധ്യാപകരെയും അധ്യാപികമാരെയും, കാരണം അവര് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇവിടുത്തെ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ കുട്ടികൾ അതനുസരിച്ച് വളർന്നു വരിക. അങ്ങനെ ചെയ്യുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ് ജി കെ വിജയകുമാർ നൽകുന്ന ബഹുമാനം. ദീപക് ദിൽരാജ്